ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. കുറേ ദിവസമായി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇന്നാണ് ഇപ്പം എനിക്ക് കംപ്ലീറ്റ്ലി വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്ത് സെൻഡാക്കാനുള്ളത്. വേറൊന്നുമല്ല, മടി ആയതുകൊണ്ടാണ് ഒന്നാമത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മടി പിടിച്ചിട്ട് വീഡിയോ കണ്ടൻറ്റായിട്ട് വിടാനൊന്നും എനിക്ക് പറ്റണില്ല. ഐ എം വെരി സോറി. പിന്നെ അപ്പം ഞാൻ ലാസ്റ്റിലെ വീഡിയോ ഇട്ടുള്ളത് ഹോം ടൂറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയിട്ടുള്ളൊരു ഐഡിയ. ഈ വെക്കേഷനിൽ കഴിഞ്ഞ മന്ത്സ് അങ്ങനെ പോയി, ഇനിയിപ്പോൾ ഈ മന്ത്സിനെ വെറുതെ വിടാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു പെയിൻറ്റിങ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ വന്നു. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റും പിന്നെ അതിനുള്ള കുറച്ച് സാധനങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചട്ട പോലെ ഒരു പെട്ടി കണ്ടില്ലേ, അതിനാരോ 2 കണ്ണൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വരക്കാൻ കുറച്ച് ടഫായിരിക്കും. ബട്ട് ഓക്കെ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതൊക്കെ പിന്നെ എനിക്ക് ഈ ആർട്ട് വർക്ക് അങ്ങനെയുള്ള സംഭവം, ഡ്രോയിങ് അങ്ങനെയുള്ളതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് ആ ഒരു ഇത്. എന്നാൽ എന്താ പറയുക, ഞാൻ നമുക്ക് തിരിയാറില്ല, എനിക്ക് അറിയില്ലെന്ന് ഞാൻ നമുക്ക് തിരിയൂല, അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് ചില ടൈമിൽ തോന്നും ഇതിങ്ങനെ ചെയ്താലോ എന്നൊക്കെ തോന്നും. പിന്നെ എൻ്റെ ബെഡ്റൂം ആകെ മെസ്സായി കിടക്കുകയാണ്. കുറച്ച് ഭാഗത്ത് ബുക്ക്, കുറച്ച് ഭാഗത്ത് മടക്കി വെക്കാനുള്ള ഡ്രസ്സ് പിന്നെ പറയണ്ട. ഞാനത് 2 ദിവസമായിട്ടുണ്ടാവും എൻ്റെ ബെഡ് കിടന്നിട്ടോ. ഞാൻ കിടക്കാൻ നേരത്ത് സോഫയ്ക്കിടും, സോഫയിലിരിക്കാൻ നേരത്ത് ബെഡിക്കിടും. അങ്ങനെ റിപ്പീറ്റ്ലി ഇപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞു. ഇന്ന് മടക്കി വെക്കണം എന്നുള്ള ഐഡിയ ആണ്. ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോണത് എൻ്റെ മെമ്മറീസാണ്. അതിന് മുന്നേ ഈ ചട്ടകളൊക്കെ എന്തിനാന്ന് നിങ്ങൾ വിചാരിക്കും. ഇതൊക്കെ എനിക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ. എവിടുന്നോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. ഞാൻ ഓരോ സാധനങ്ങൾ ചെയ്യാനുള്ളതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മെമ്മറീസ് കാണിച്ചു തരാം. മെമ്മറീസ് എന്ന് പറയുന്നത് 2 ഇയേഴ്സ് 2 വർഷം ഉള്ളൊരു മെമ്മറീസ് ആണോ എന്നൊരു ഡൗട്ട്. മെമ്മറീസ് മീൻസ് അങ്ങനെയല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്നതും എൻ്റെ ഓരോ ഓർമ്മകളും എന്താ പറയുക, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. അതിലൊരു പ്രധാന ഓർമ്മയുള്ള ബെസ്റ്റ് ഫ്രണ്ടായി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നൊരു സംഭവമുണ്ട്. അത് മെസ്സായിട്ടുണ്ട് ഗൈസ്. അതെവിടെയാണ് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഉണ്ടാവും, അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ വേഗം പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫസ്റ്റ് മുഖക്കൊന്ന് വാഷ് ചെയ്തു. കാരണം നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, അല്ലെങ്കിൽ പിന്നെ നിസ്കാരം കള്ളായിൽ ആകെ ചീറ്റും. അങ്ങനെ പിന്നെ വേഗം പോയിട്ട് നിസ്കരിച്ചു. എൻ്റെ റൂം ഫുള്ളൊന്ന് ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. ഇന്നല്ല, ഞാൻ എന്നായി വീഡിയോ എടുത്ത് അന്ന്. അങ്ങനെ പിന്നെ വേഗം പോയിട്ട് നിസ്കരിച്ചതിൻ്റെ ക്ലിപ്സ്, അഥവാ അവിടെ ഇരുന്നിട്ടുള്ള ക്ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ, അത് പോയി. ക്ലിപ്സ് കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ലാസ്റ്റിക്കലി വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഒക്കെ ക്ലിപ്പൊക്കെ പോവുകയാണ് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ വലിയ ഐഡിയ ഉണ്ടല്ലോ, അറിയണമല്ലോ പറഞ്ഞില്ല. പിന്നെ ബുക്ക് വായിക്കുന്ന സ്വഭാവം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടോ. ഞാൻ കുറച്ച് വായിക്കണ്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോരോ പേജ് ആയിക്കാണ്ടേക്കാരം വായിക്കാം. ഇനി എനിക്ക് കുറേ വെഡ്ഡിങ് വരാനുണ്ട്. കുറേ വെഡ്ഡിങ് വന്നാൽ എനിക്ക് 3 ദിവസം അടുപ്പിച്ചിട്ടുള്ള വെഡ്ഡിങ് പരിപാടീസ് വരാനുണ്ട്. അപ്പോൾ ഒക്കെ എൻ്റെ ഫാമിലിയിലുള്ള ഒന്ന് നമുക്ക് ജസ്റ്റ് ഒരു അയൽവാസ് അങ്ങനെയുള്ളൊരു ഇതിൽ വരുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മളെ ഫാമിലിയിൽ വരുന്നൊരു വെഡ്ഡിങ്ങാണ്. അപ്പോൾ ഈ എല്ലാ വെഡ്ഡിങ്ങിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കലും, ഡ്രസ്സിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് ടിക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മദ്രസും നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട്, ഞാനിതിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ കുറച്ച് പഠനം നോക്കിയില്ലെങ്കിൽ പൊതുപരീക്ഷ പാളും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ. ഇനി ഞാൻ മെമ്മറീസ് കാണിച്ചു തരാം. കാരണം ലാസ്റ്റിക്ക് മെമ്മറീസ് കാണിക്കുന്നതായിരിക്കും ഒരു പെർഫെക്റ്റ്. കാരണം കുറേ ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ റൂട്ടീൻസ് ആയിരിക്കുമല്ലോ, നമ്മൾ എന്താ പറയുക, മോർണിംഗിലുള്ള കുറച്ച് റൂട്ടീൻസ്, ഈവനിങ്ങിലുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി റൂട്ട് അനുസരിച്ചിട്ട് ഒരു ബെസ്റ്റ് പ്ലാനർ യൂസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അതൊരു ബെസ്റ്റായിരിക്കും. അങ്ങനെ ഉള്ള ഒരു എന്താ പറയുക, അങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നു അന്ന്. ഭയങ്കര സംഭവമായിരുന്നു ഇതൊക്കെ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം അങ്ങനെ ചെയ്യണമെന്ന്. ഇത് പിന്നെ എന്താ, ഇത് എനിക്ക് ബെസ്റ്റ് ഒരു ജൂണിലുള്ള ജൂൺ മന്തിൽ ഞാൻ ഓരോരോ മന്തിലും മെമ്മറീസ് ഉണ്ടാക്കുന്ന സ്വഭാവമുണ്ട്. ഇപ്പം എനിക്ക് ഒട്ടും ഇല്ല കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് പണ്ടോ എൻ്റെ ഫോട്ടോ അല്ല ഗൈസ്, എൻ്റെ ഫോട്ടോ അല്ല, ഞാനിങ്ങനെയല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് പിക്ക് വെച്ചതാണ്. ഞാൻ കേട്ടോ, ഇതിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട്. ദ മെമ്മറീസ് ഒരു ജൂണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജൂൺ കഴിയുമ്പോൾ ഞാനങ്ങനെ നമുക്ക് ആ ജൂണിൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു ജസ്റ്റ് നോട്ടാക്കും. എന്നിട്ട് പിന്നെ അത് ഫുള്ളും കൂടിയിട്ട് ക്ലിപ്സൊക്കെ ഫുൾ ആഡ് ചെയ്തു പറഞ്ഞ പോലെ ഫുള്ളത് എല്ലാ ഇതും കൂടി എടുത്തിട്ട് ലാസ്റ്റിക്ക് ഒരു ബെസ്റ്റ് ഇതിനെക്കാട്ടിലും വലുതാണ് ഞാൻ ഉണ്ടാക്കലുള്ളത്. പക്ഷേ
അത് പടെ പോയി നല്ലത് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കിയതാണ്, ട്രൈ ചെയ്തതാണ്. അതൊക്കെ പിന്നെ ഓരോ പേപ്പറുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതും അതുപോലത്തെ സംഭവമാണ്, റൂട്ടീൻ. എന്നിട്ടോ ഞാൻ ഈ റൂട്ടീനെ കൊണ്ടിട്ടൊന്നല്ല ഈ എയ്ത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എയ്ത്തൊക്കെ ഉണ്ടാക്കിയതായിരിക്കും. എയ്ത്തൊക്കെ വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കിയതേക്കാറും എൻ്റെ ഒരു ഐഡിയയിൽ. യെസ്, എയ്ത്ത് വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കിയതാണ്. അഥവാ 7th ആയിക്കോല്ലോ വെക്കേഷൻ ടൈം, 8th എത്തുന്നതിന് മുന്നേ. പിന്നെ ഇത് ഞാൻ എവിടെയാണ് ഓപ്പൺ ആക്കുന്നത്, വെറും പൊട്ടത്തി ഞാൻ തന്നെ ഉണ്ടാക്കി, എനിക്ക് തന്നെ യാതൊരു ഐഡിയ ഇല്ല, ഉള്ളിലാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഗൈസ്. ഇത് ഞാൻ എൻ്റെ ബ്രദറിന് ഉള്ള ഗിഫ്റ്റ് കൊടുത്തിരുന്നു കേട്ടോ. ഗിഫ്റ്റ് മീൻസ് ഇത് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഉണ്ടാക്കിച്ച് എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ കൊടുത്തിട്ടില്ല ഓർമ്മയില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ ഇരിക്കൊന്നുമില്ല. പിറ്റേ ദിവസം എന്താ പറയുക, ബാസ്ക്കറ്റിലുണ്ടാവും. അതേക്കാരല്ലോ. അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഗ്രീറ്റിംഗ് കാർഡിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഇത് ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കുറച്ച് സീക്രട്സാണ്. സീക്രട്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾ 3 ഫ്രണ്ട്സായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ 3 ഇല്ല, ഇപ്പോൾ 2 ഉള്ളൂ. 3 ആൾക്കാരായിരുന്നു. ഞങ്ങൾ ഭയങ്കര ബോണ്ടാണ്. എന്താ പറയുക, നല്ല രസമായിരുന്നു. 8th സ്റ്റാൻഡേർഡൊക്കെ ഞങ്ങൾ ആ ഒരു ഫസ്റ്റൊക്കെ തന്നെ ഫുൾ അടിപൊളി വൈബായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് മെമ്മറീസ്. ചില ആളുകൾക്ക് BTSനോടാണ് താല്പര്യം. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ, BTSൻ്റെ ആളാണ്. അവൾ അതിൻ്റെ ഒരാളാണ് കേട്ടോ. അപ്പോൾ എന്തുണ്ടെങ്കിലും അവളും BTSും അവളും എപ്പോഴും, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ആണെങ്കിൽ എപ്പോഴും എന്ത് ടോപ്പിക് ഇടാലും BTS ആക്കി. എനിക്കിഷ്ടമല്ല ഈ BTS എന്ന് പറഞ്ഞ സാധനം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുപോലെ ഡ്രാമാസ് അങ്ങനെയൊക്കെ കാണുന്ന ഒരാളാണ് അവൾ. ഞാൻ വേണമെങ്കിൽ പേര് പറയാം, ഹഫ്ന എന്നാണ് കേട്ടോ. അവൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാനൊരു ദിവസം അവൾക്ക് പ്രാങ്ക് കോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിട്ടുണ്ടെന്ന് വെച്ചു, നമ്മൾ വേറെ നമ്പർ എടുത്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതിലേക്ക് സെൻഡ് ആക്കണമെന്ന് വിചാരിച്ചു. പിന്നെയാണ് അത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ബോറായിട്ട് ഇത് സെൻഡാക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഇനി നല്ലൊരു കോളിങ്ങൊക്കെ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നൈറ്റിംഗ് വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ബൈ.